യഥാർത്ഥത്തിൽ മലയാളത്തിന്റെ ഐക്കൺ എന്ന് തന്നെ പറയാവുന്ന മലയാളിയുടെ മനസ്സിൽ എപ്പോഴും ഒരു പുരുഷ രൂപം ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ മമ്മൂട്ടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയുള്ള മമ്മൂട്ടിക്കെതിരെ ഇത്ര ഹീനമായ തരത്തിൽ കുതന്ത്രങ്ങളിലൂടെ ചില ആരോപണങ്ങളുമായി ചില ആളുകൾ വന്നിട്ടുണ്ട്. അതിന്റെ പിന്നിൽ അജണ്ടയൊക്കെ അറിയാം. ആദ്യമേ പറയട്ടെ, ഇത് ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയാണ് മലയാളത്തിന് നല്ലത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പൊ കേരള സ്റ്റോറി തന്നെ വലിയ തോതിൽ ഇവിടെ ആഘോഷിക്കപ്പെട്ട ഒരു ഘട്ടത്തിൽ, പക്ഷേ പൊളിഞ്ഞു പാളീസായി എന്ന് നമുക്ക് തന്നെ അറിയാം. ആരും അത് കാണാനും പോയില്ല, അത് പൊളിഞ്ഞു പാളീസായി. അതുപോലെ അത് ഇവര് സംഘപരിവാർ എടുത്ത ഒരു ചലച്ചിത്രവും മുമ്പോട്ട് പോയില്ല. അതവിടെ നിൽക്കട്ടെ. ഏതായാലും സിനിമ എന്ന് പറയുന്നത് മലയാളിയുടെ ഒരു സെൻസിറ്റീവ് ഏരിയയാണ്. മമ്മൂട്ടി കേരളത്തിൽ മാത്രമല്ലല്ലോ, തമിഴ്നാട്ടിലും ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്ന മഹാസിനിമയിലെ അംബേദ്കറായി അഭിനയിച്ച മഹാനടനാണ്. ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന, അർത്ഥത്തിൽ ആദരിക്കുന്ന ഒരു നടനാണ്. മമ്മൂട്ടിക്കെതിരായ ആരോപണത്തെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്രമണത്തെ കേവലം ഒരു ഇസ്ലാം മതവിശ്വാസിയായ ഒരു ലിബറൽ ചിന്താഗതിക്കാരനായ, വേണമെങ്കിൽ കേരളത്തിൽ നിന്നും പറഞ്ഞാൽ നമുക്കൊരു ഇടതുപക്ഷം, ഞാൻ LDF UDF എന്ന അർത്ഥത്തിലല്ല, ഒരു പുരോഗമന ഇടതുപക്ഷം മതേതര വിശ്വാസിയായ ഇതുപോലൊരു നടൻ, അദ്ദേഹം ചെയ്തിട്ടുള്ള ക്യാരക്ടറുകളൊക്കെ ഇപ്പോൾ ക്യാരക്ടർ ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്ക് ആ സ്വഭാവം ഉണ്ടായിക്കൊള്ളുന്നില്ല. രാജമാണിക്യം ചെയ്ത മമ്മൂട്ടിയുടെ ക്യാരക്ടറാണ് മമ്മൂട്ടിക്ക് എന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ നിരവധി സിനിമകൾ, സവർണ, മാടമ്പി ആയി മമ്മൂട്ടി കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ആ ക്യാരക്ടറിനോട് നമുക്ക് വിരോധം ഉണ്ടാവും. പക്ഷേ രാജമാണിക്യം കഴിയുമ്പോൾ ആ നടനോട്, ആ കലാകാരനോട് നമുക്ക് വലിയ ബഹുമാനമുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പുഴു എന്ന് പറയുന്ന സിനിമ. പുഴു എന്ന് പറയുന്ന സിനിമ ഞാൻ വളരെ വളരെ പോസിറ്റീവായി കണ്ട ഒരു സിനിമയാണ്. കാരണം ഇക്കാലം അത്രയും ഒരു ദളിത് പക്ഷ സിനിമ എന്ന് പറഞ്ഞാൽ ദളിതർ പീഡനം അനുഭവിക്കുകയും ഏതെങ്കിലും സവർണർ പോയി ദളിതനെ രക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന സിനിമകളാണ് നമ്മുടെ ദളിത് സിനിമകൾ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ജാതി ദളിതനിലല്ല, ജാതി സവർണനിലാണ് ഉള്ളത് എന്ന അതികൃത്യമായ യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ അതിൽ കാണിക്കുന്നത്. ഞാൻ ആ അർത്ഥത്തിൽ ആ പുഴു സിനിമയെ കാണുന്നത്. സവർണന്റെ മനസ്സിലെ ജാതിയാണ് അതിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ ക്രൂരനായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അതിലേറ്റവും സത്യം പറയുന്നു. അതുപോലെ മമ്മൂട്ടി അവതരിപ്പിച്ചിട്ടുള്ള ക്യാരക്ടറുകൾ നമ്മൾ നോക്കിയാൽ ഏറ്റവും പുരോഗമനപരമായ സിനിമകൾ എടുക്കാനും അതിനെ സഹായിക്കാനും അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമുക്കറിയാം, ഒരു മാനസിക രോഗിയായ ഒരു മകളെ വെച്ച് അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു സിനിമ, അങ്ങനെ നിരവധി സിനിമകൾ. അതൊക്കെ വളരെ 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 വ്യത്യസ്തമായ സിനിമകളാണ്. പുതിയ മലയാളി പുതിയതായി ചിന്തിക്കേണ്ട വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സിനിമകളാണ്. അത് അദ്ദേഹം ക്യാരക്ടറല്ല ഞാൻ പറയുന്നത്, അദ്ദേഹം സഹായിച്ചെടുത്ത സിനിമ. അപ്പോൾ പുഴു പോലും ഞാൻ കാണുന്നത് അങ്ങനെയാണ്. പക്ഷേ മമ്മൂട്ടിക്കെതിരെ വരുന്നത് പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ലിബറൽ ഒരു ചിന്താഗതിക്കാരനാണ്, മതേതര ചിന്താഗതിക്കാരനാണ്. പക്ഷെ അദ്ദേഹം മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സുരേഷ് ഗോപിയായിട്ട് മമ്മൂട്ടിയെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. സുരേഷ് ഗോപി പച്ചയായ ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ആളാണ്. അതുകൊണ്ട് അദ്ദേഹം അത് കേൾക്കാൻ വിധിക്കപ്പെട്ട ആളാണ്. മമ്മൂട്ടിക്ക് ആകെ പറയാനുള്ളത് വേണമെങ്കിൽ ഒരു ഇടതുപക്ഷ ചാനലിന്റെ ചെയർമാനാണെന്നും ഏതോ ഒരു DYFI സമ്മേളനത്തിൽ അദ്ദേഹം പോയി പ്രസംഗിച്ചു എന്നാണ്. അതിനപ്പുറത്തേക്കില്ല. പക്ഷെ ഇവിടെ മമ്മൂട്ടിക്കെതിരായ ആരോപണം എന്ന് പറയുന്നത് ഒരു അജണ്ടയാണ്. ആ അജണ്ടയിൽ കേരളം പെട്ടുപോകില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം BJPക്ക് അകത്തുള്ളവർക്ക് പോലും അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എപ്പോഴും ഏറ്റവും ഓർക്കുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ മമ്മൂട്ടി നടത്തിയ ഒരു സംഭാഷണത്തിന്റെ ചെറിയൊരു പീസ് ഇപ്പൊ നമ്മളത് വായിച്ചിട്ടുണ്ട്. ഞാനന്ന് അത് എഴുതിയ കാലത്ത് വായിച്ചിട്ടുണ്ട്. ബാല, നമ്മള് പഴയ കാലമല്ലല്ലോ, കുഴപ്പം പിടിച്ച കാലമാണല്ലോ. പണ്ട് ഞാൻ നിന്റെ വീട്ടിൽ വന്നാൽ സൗഹൃദമാണ്, ഇപ്പോൾ ഞാൻ നിന്റെ വീട്ടിൽ വന്നാൽ മതേതര സൗഹൃദമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ കാലം മാറിയതിനെ കുറിച്ച് കൃത്യമായി രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് മമ്മൂട്ടി. അദ്ദേഹത്തെ ഒരു കാരണവശാലും ഒരു വർഗീയവാദിയായോ ഏതെങ്കിലും ചിത്രീകരിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അതിനിശ്ചിതമായി അത് എതിർക്കപ്പെടേണ്ടതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരും ഈ കുതന്ത്രത്തിൽ വീഴില്ല എന്ന് തന്നെയാണ്.